ഹായ് ഫ്രണ്ട്സ്, പെരുന്നാളിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഈസി ചിക്കൻ മന്തി റെസിപ്പിയായിട്ടാണ്. ഇതിനായിട്ട് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് 1 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയും മന്തിയുടെ സൈഡ് ഡിഷായിട്ടുള്ള മയണൈസ് തയ്യാറാക്കാം. അതിനായി 3 വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തു. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള കോഴിമുട്ട ചേർത്ത് കൊടുത്തു. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാനിവിടെ എടുക്കുന്നുണ്ട്, രണ്ടും ഒരുപോലെ എടുക്കുന്നുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെയൊരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഇതിലേക്ക് ഒരു പുളി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി അല്പം നാരങ്ങ, ഹാഫ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തു. ശേഷം എഗ്ഗ് എത്രയാണോ ഉണ്ടായിരുന്നത് സെയിം അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ നമ്മുടെ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി. ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ മയോണൈസ് തയ്യാറാക്കിയെടുക്കും. ടൊമാറ്റോ കൊണ്ടുള്ള അടുത്ത സൈഡ് ഡിഷിനായി ചെറിയ ഉള്ളി, പച്ചമുളക്, മീഡിയം സൈസിലുള്ള ഒരു 5-6 ടൊമാറ്റോ കട്ട് ചെയ്തത്, പാകത്തിന് ഉപ്പ്, അല്പം വിനെഗർ, ഇത്രയും മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തു. നമുക്ക് എത്രത്തോളം തൂമാണ് വേണ്ടത് വെച്ചാൽ അതനുസരിച്ച് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായി ബ്ലെൻഡ് ചെയ്ത് മിക്സിയിലും ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. മന്തിക്ക് ആവശ്യമായ റൈസ് വെള്ളത്തിലിട്ട് 1 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ മല്ലിയില, റെഡ് കളറ്, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും ചേർത്തായിരുന്നു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഡീപ്പായിട്ട് ലൈനുകൾ നമ്മൾ മീനിലൊക്കെ ചെയ്യുന്നത് പോലെ നല്ല ഡീപ്പായിട്ടുള്ള ലൈനുകൾ ചെയ്തതിന് ശേഷം വേണം മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട്. നല്ല തിക്കായിട്ട് തന്നെ നല്ല ഡീപ്പായിട്ട് തന്നെ മസാല നല്ല പോലെ ചേർത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ചിക്കനിൽ നല്ല ഉപ്പും മസാലയും എല്ലാം പിടിക്കുകയുള്ളൂ. ഞാനിവിടെ എരിവിന് ഒരു പച്ചമുളകും കൂടെയാണ് മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ സ്പൈസ് കുറക്കുന്നതിന് വേണ്ടി റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എരിവിന് ഒരു പച്ചമുളക് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുഞ്ഞുങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് മാക്സിമം എരിവ് കുറച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ കളറിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വിസിൽ ഇടാതെ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ചിക്കൻ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനെ ഇനി നല്ല സൂക്ഷിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വേവിക്കുന്ന ടൈമിൽ 2 ലെഗ് ചേർത്ത് നമുക്കൊരു നൂല് വെച്ച് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം അടിയിൽ നല്ല ഷാലോ ഫ്രൈ ആയിട്ട് നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ നമുക്ക് മേലെ ഭാഗവും ചിക്കൻ്റെ കുക്കായി കിട്ടും. അപ്പോൾ അതിനായി തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് വിസിലിട്ട് കുക്കർ മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് നേരത്തെ കുക്ക് ചെയ്തതുകൊണ്ട് ഇനി ഒരു 10 മിനിറ്റും കൂടെ വെച്ചാൽ മതിയാവും. വിസിൽ വരേണ്ട ആവശ്യമില്ല. വിസിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചിക്കൻ ഞാനെടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഓവർ കുക്കാവാൻ സാധ്യതയുണ്ട്. ഇനി റൈസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യമായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 4-5 ഏലക്ക, ഗ്രാമ്പൂ, 2 പീസ് കറുവാപ്പട്ട, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തു. അതിലോട്ട് 2 പീസ് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വാട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്.
2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു. നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് അല്പം റെഡ് കളറ്, അല്പം യെല്ലോ കളറ് ഇത്രയും ആഡ് ചെയ്തു. എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് കുത്തി വെച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചു. ഇനി ഇളക്കിയെടുത്തു സെർവ് ചെയ്തു. ഇതാണ് നമ്മുടെ ചിക്കൻ്റെയും റൈസിൻ്റെയും ഫൈനൽ ലുക്ക്. നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ അരമണിക്കൂറിനുള്ളിൽ മതി. ഇതിൽ മയണൈസ്, സൈഡ് ഡിഷ്, ടൊമാറ്റോ കെച്ചപ്പ് അല്ലാത്ത 2 സൈഡ് ഡിഷും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.